എല്ലാവർക്കും നമസ്കാരം. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഡിജി ബ്ലൂമൗണ്ട് ഇൻഫോട്രേഡ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മൈ ഡിജിമാൾ എന്ന സ്വപ്നതുല്യമായ ഉപജീവന മിഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിത്യോപയോഗ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും മറ്റും നമ്മൾ ചിലവഴിക്കുന്ന തുക വലിയ സമ്പാദ്യങ്ങളായി നമ്മളിലേക്ക് തന്നെ തിരികെ എത്തുന്ന ഒരു വലിയ സംവിധാനമാണ് മൈ ഡിജിമാളിലൂടെ കമ്പനി നിങ്ങൾക്ക് നൽകുന്നത്. ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമുക്ക് ഈ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. മൈ ഡിജിമാൾ ഈ സംവിധാനത്തിന് പേര് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നിത്യോപയോഗ സാധനങ്ങളും സേവനങ്ങളും മറ്റും പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾ അവരെ നമുക്ക് യൂസർ അല്ലെങ്കിൽ കസ്റ്റമർ എന്നും, ഈ നിത്യോപയോഗ സാധനങ്ങളും സേവനങ്ങളും മറ്റും ലഭ്യമാക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള സ്ഥാപനങ്ങളെ സ്റ്റോർ അല്ലെങ്കിൽ ഷോപ്പ് എന്നും പറയാം. ഈ രണ്ട് വിഭാഗത്തെയും പരസ്പരം ഒരുമിപ്പിച്ചുകൊണ്ട് അവരെ സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് മൈ ഡിജിമാൾ. കമ്പനി 2022 ഡിസംബർ 13 മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. 2023 ജനുവരി 5 മിനിസ്ട്രി ഓഫ് മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിലും രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. കമ്പനിയുടെ പാൻ കാർഡ്, അതുപോലെ തന്നെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വരുന്നു. കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.mydigimal.com. കമ്പനിയുടെ ഒഫീഷ്യൽ ഇമെയിൽ support@mydigimal.com. മൈ ഡിജിമാൾ കസ്റ്റമർ അല്ലെങ്കിൽ യൂസർ എന്താണെന്ന് നോക്കാം. നിത്യോപയോഗ സാധനങ്ങളും സേവനങ്ങളും മൈ ഡിജിമാൾ ഷോപ്പുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് മൈ ഡിജിമാൾ കസ്റ്റമർ അല്ലെങ്കിൽ യൂസർ. എങ്ങനെ നമുക്ക് മൈ ഡിജിമാൾ കസ്റ്റമർ ആകാം? ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മൈ ഡിജിമാൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിലവിലുള്ള ഒരു കസ്റ്റമറുടെ പ്രൊമോട്ടിംഗ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഒരാൾക്ക് മൈ ഡിജിമാൾ കസ്റ്റമർ ആകുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി ഒരു രൂപ പോലും ചിലവഴിക്കേണ്ടതില്ല. ഇനി നമുക്ക് എങ്ങനെ മൈ ഡിജിമാൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മൈ ഡിജിമാൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം നിങ്ങളുടെ പേര്, ഇമെയിൽ, മൊബൈൽ നമ്പർ എന്നിവ നൽകിക്കൊണ്ട് ID രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള റെഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ID രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മൈ ഡിജിമാൾ കസ്റ്റമർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. നിത്യോപയോഗ സാധനങ്ങളും സേവനങ്ങളും മറ്റും വാങ്ങിക്കുന്നതിന് വേണ്ടി മൈ ഡിജിമാൾ സ്റ്റോറുകളെ മാത്രം ചൂസ് ചെയ്യുക. മൈ ഡിജിമാൾ ഷോപ്പുകൾ കണ്ടുപിടിക്കുന്നതിനുള്ള സംവിധാനം കസ്റ്റമർ ആപ്പിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മൈ ഡിജിമാൾ സ്റ്റോറുകളിൽ നിന്നും ലഭിക്കുന്ന ഓരോ പർച്ചേസ് ബില്ലുകളും കസ്റ്റമറുടെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് QR സ്കാൻ ചെയ്തുകൊണ്ട് അതാത് ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ബില്ലുകൾ അതാത് ഷോപ്പുകൾ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ബില്ലുകൾ മൈ ഡിജിമാൾ ഷോപ്പുകൾ അപ്രൂവ് ചെയ്ത് ബിൽ തുക നിങ്ങളുടെ ആപ്പിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് മൈ ഡിജിമാൾ കസ്റ്റമർക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും മൈ ഡിജിമാൾ കസ്റ്റമർ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്.
നമ്മൾ ഒരാളെ പ്രൊമോട്ട് ചെയ്താൽ ആ കസ്റ്റമർ നടത്തുന്ന ഓരോ പർച്ചേസ് ബില്ലിൻ്റെയും 8% ബിൽ തുക നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ പർച്ചേസ് ബിൽ തുകയോട് കൂട്ടിച്ചേർക്കുന്നു. ഇതാണ് റെഫറൽ ബോണസ് ഫ്രം പർച്ചേസ് ബിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാക്കാം. നിങ്ങൾ എക്സ് എന്നൊരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്തു എന്നിരിക്കട്ടെ. എക്സ് 10,000 രൂപയുടെ പർച്ചേസ് നടത്തി ബിൽ അപ്ലോഡ് ചെയ്താൽ 10,000 രൂപയുടെ 8% 800 നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ പർച്ചേസ് ബിൽ തുകയോട് കൂട്ടിച്ചേർക്കുന്നു. മൈ ഡിജിമാൾ കസ്റ്റമർക്ക് ലഭിക്കുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഇൻഡയറക്റ്റ് റെഫറൽ ബോണസ് ഫ്രം പർച്ചേസ് ബിൽ. നിങ്ങൾ റെഫർ ചെയ്ത വ്യക്തി മറ്റൊരു വ്യക്തിയെ റെഫർ ചെയ്താൽ ആ വ്യക്തി നടത്തുന്ന ഓരോ പർച്ചേസ് ബില്ലിൻ്റെയും 2% ഇൻഡയറക്റ്റ് റെഫറൽ ബോണസ് ഫ്രം പർച്ചേസ് ബിൽ എന്ന പേരിൽ നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ പർച്ചേസ് ബിൽ തുകയോട് കൂട്ടിച്ചേർക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാക്കാം. നിങ്ങൾ എക്സ് എന്നൊരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്തു എന്നിരിക്കട്ടെ. എക്സ് വൈ എന്ന മറ്റൊരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്തു എന്നും ഇരിക്കട്ടെ. വൈ 10,000 രൂപയുടെ പർച്ചേസ് നടത്തി ബിൽ അപ്ലോഡ് ചെയ്താൽ 10,000 രൂപയുടെ 2% 200 നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ പർച്ചേസ് ബിൽ തുകയോട് കൂട്ടിച്ചേർക്കുന്നു. നിങ്ങളുടെ പർച്ചേസ് ബിൽ തുകയും റെഫറൽ ബോണസ് ഫ്രം പർച്ചേസ് ബിൽ തുകയും ഇൻഡയറക്റ്റ് റെഫറൽ ബോണസ് ഫ്രം പർച്ചേസ് ബിൽ തുകയും എല്ലാം കൂടി നിങ്ങളുടെ ആപ്പിൽ എന്തിനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? പറയാം. ഈ 3 ബിൽ തുകയും 30,000 രൂപയിൽ എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങളുടെ യൂസർ ID 500 രൂപ വീതം 60 തവണകളിലായി 30,000 രൂപ വരെ ലഭിക്കാവുന്ന സിൽവർ ലൈൻ സൈക്ലിംഗ് ഇൻകം സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായി നിങ്ങൾ ചിലവഴിച്ച തുക നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്നു. സിൽവർ ലൈൻ സൈക്ലിംഗ് സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ ID പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പിൽ പർച്ചേസ് ബിൽ തുക 0 ആയി റീസെറ്റ് ചെയ്യുന്നു. വീണ്ടും നിങ്ങൾ ഘട്ടം ഘട്ടമായി പർച്ചേസ് നടത്തി ബിൽ തുക 30,000 എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ID വീണ്ടും സിൽവർ ലൈൻ സൈക്ലിംഗ് സിസ്റ്റത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് 500 രൂപ വീതം 60 തവണകളിലായി 30,000 രൂപ വരെ വീണ്ടും ലഭിക്കുവാൻ അർഹനാകുന്നു. നമുക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളും സേവനങ്ങളും മറ്റും നിങ്ങൾ മൈ ഡിജിമാൾ സ്റ്റോറുകളിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്ത് ബിൽ എമൗണ്ട് ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോൾ 30,000 എത്തിച്ചേരുന്നോ അപ്പോൾ നിങ്ങളുടെ ID വീണ്ടും സിൽവർ ലൈൻ സൈക്ലിംഗ് സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുകയും 500 രൂപ വീതം 30,000 രൂപ വരെ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നിത്യോപയോഗ സാധനങ്ങളും സേവനങ്ങളും മറ്റും വാങ്ങിക്കുവാനായി നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ചെറുതും വലുതുമായ മൈ ഡിജിമാൾ സ്റ്റോറുകളെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിക്കാം. ഒപ്പം നന്മയുടെ കൂട്ടായ്മയ്ക്ക് തുടക്കമാവാം.